ഡിയർ സ്റ്റുഡൻസ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ന്യൂ ടേം നമ്മൾ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളിലേക്കൊന്ന് പോകാം. അതായത് കൺസിഡർ എ റിജിഡ് ബോഡി ഈസ് ഇൻ റൊട്ടേഷൻ. ഒരു റിജിഡ് ബോഡി റൊട്ടേഷണൽ മോഷൻ നടത്തുന്നു, അല്ലെങ്കിൽ എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, ഒരു ഫിക്സഡ് ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേഷണൽ മോഷൻ നടത്തുന്നു എന്ന് വിചാരിക്കുക. എന്താണ് ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞത്? സോ ഫോർ എ ബോഡി റൊട്ടേറ്റിംഗ് എബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എന്തായിരുന്നു പ്രത്യേകത? ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി, ആ ബോഡിയിൽ എത്ര മാസ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത് ഓരോന്നും, ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി മൂവ്സ് ഇൻ സർക്കിൾ, അല്ലേ? മൂവ്സ് ഇൻ സർക്കിൾ. അതായത് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു റിജിഡ് ബോഡിയുടെയും പ്രത്യേകതയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിക്സഡ് ആക്സസ് റൊട്ടേഷൻ്റെ കേസാണ്. ഫിക്സഡ് ആക്സസ് റൊട്ടേഷനാണ്. ഒരു റിജിഡ് ബോഡി ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ നടത്തിയാൽ ആ ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ നടത്തുന്ന റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈച്ച് പാർട്ടിക്കിൾ ഓഫ് ദ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവ്സ് ഇൻ എ സർക്കിൾ വിത്ത് ലീനിയർ വെലോസിറ്റി v is equal to r omega. ലീനിയർ വെലോസിറ്റി v is equal to r omega. അതാണ് ഈ v is equal to r omega എന്ന് പറഞ്ഞത്. ഈ നമുക്കറിയാം ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r എങ്കിൽ v സമം r omega എന്ന് വരും. ഇനി ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലറായ കമ്പോണൻ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതിന് നമ്മൾ യഥാർത്ഥത്തിലുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ വെക്ടോറിയലായി ഇന്നലെ പറഞ്ഞതാണ്. വെക്ടർ v is equal to ഒമേഗ ക്രോസ് r എന്ന്, അതായത് ഒമേഗ r സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അതിൽ r പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഒമേഗയ്ക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഒമേഗ r സൈൻ 90 എന്നും അങ്ങനെ അത് r ഒമേഗ ആയത്. ഓക്കെ, അതുകൊണ്ട് ഈ കേസിൽ ഫോർ എ പാർട്ടിക്കിൾ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദി ആക്സിസ് ദെൻ ദ ലീനിയർ വെലോസിറ്റി v is equal to r ഒമേഗ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ m മാസുള്ള ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സർക്കിളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ റിജിഡ് ബോഡിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് ഇരിക്കട്ടെ എങ്കിൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ r എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേഷൻ എന്ന് പറയുന്നത് റിജിഡ് ബോഡിയിലെ ഒരു പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷണൽ പാത്താണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, സർക്കുലാർ പാത്താണ്. റിജിഡ് ബോഡിയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ റേഡിയസ് ഉള്ള പാതയിലൂടെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൺസിഡർ വൺ സച്ച് പാർട്ടിക്കിൾ ഓഫ് മാസ് m moves in circle with a linear velocity v is equal to r omega. ഏതായാലും അതിന് മോഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, എന്തുണ്ടെന്ന് മനസ്സിലായി? മോഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ വാട്ട് ഇസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി k is equal to half mv square. അപ്പോൾ നമ്മൾക്ക് മാസ് m ആണെന്ന് അറിഞ്ഞു, പാർട്ടിക്കിളിൻ്റെ മാസ് m ആണെന്ന് അറിഞ്ഞു, അതുപോലെ തന്നെ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു? v ആണെന്ന് പറഞ്ഞു. അപ്പോൾ കൈനറ്റിക് എനർജി എന്ത് വരും? കൈനറ്റിക് എനർജി k is equal to half mv square. സോ k is equal to half m into v എന്താണ്? r ഒമേഗയാണ്. സോ r ഒമേഗ ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഹാഫ് m ഇൻറ്റു r ഒമേഗ ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇസ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു r സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. എന്ത് വരും? r സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇതിൽ m r സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ടേമായിട്ട് നമ്മളങ്ങ് കൺസിഡർ ചെയ്യുന്നു. ഹാഫ് m r സ്ക്വയർ ഒമേഗ. ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ കേസാണ്. അപ്പോൾ ചോദിക്കും, റിജിഡ് ബോഡിയിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ഇതെല്ലാം കൂടെ സം ചെയ്താൽ മതി.
ഓക്കെ. പക്ഷെ നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ കേസ് മാത്രമായി എടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ ½ mr²ω² എന്ന് നമ്മൾ പറയുന്നു. ½ mr²ω². ഈ ഇക്വേഷനിൽ mr²ന് ഓക്കെ, ഇതൊരു ന്യൂ പാരാമീറ്ററാണ്. mr²ന് നമ്മൾ പുതിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ½ mr²ന് ഞാൻ I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ω² എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ്റെ അതേ ഫോമാറ്റിലാണ് ഇത് എത്തുന്നത്. ഏതാണ്? ½ mv² പകരം ½ Iω². അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ½ mv²മായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എമ്മിൻ്റെ, അതായത് മെക്കാനിക്സിൽ മാസിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അനലോഗസായി റൊട്ടേഷനിൽ നിൽക്കുന്ന ആരാണ്? I ആണെന്നും വെലോസിറ്റിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒമേഗയാണെന്നും മനസ്സിലാവും. നമുക്കത് നേരത്തെ വെലോസിറ്റിക്ക് പകരമായ അല്ലെങ്കിൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സിമിലർലി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്ന ആളാണ് I എന്ന് പറയുന്നത്. എന്താണ് I എന്ന് പറയുന്നത്? m×r² ആണ്. I = m×r². So this rotational analog of mass, I is called moment of inertia. ഈ Iക്ക് നമ്മൾ പറയുന്ന പേരാണ് moment of inertia എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? moment of inertia. ഓക്കെ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു ജനറൽ ഇക്വേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. I = m×r². നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞതാണ് ഇവിടെ r എന്ന് പറയുന്നത് ഫിക്സഡ് ആക്സിസിൽ നിന്ന്, അതായത് ഏത് ആക്സിസിന് എബൌട്ടായിട്ടാണോ വസ്തു കറങ്ങുന്നത് ആ ആക്സിസിൽ നിന്ന് പാർട്ടിക്കിൾ മാസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു വസ്തുവിന് നമുക്കറിയാം എങ്ങനെ വേണമെങ്കിലും കറങ്ങാവുന്നതേ ഉള്ളൂ. പല ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങാം. അപ്പോൾ ആ കറങ്ങുമ്പോൾ ആ ആക്സിസിനനുസരിച്ച്, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അനുസരിച്ച് ഈ ഡിസ്റ്റൻസിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് Iക്കും ചിലപ്പോൾ മാറ്റം വരാം. ഓക്കെ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടുന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്താണെന്ന് ചോദിച്ചാൽ, റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. മാസ് ലീനിയർ മെക്കാനിക്സിൽ ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. ആ മാസിന് റൊട്ടേഷണൽ ഡൈനാമിക്സിൽ വരുമ്പോൾ അതിൻ്റെ അനലോഗായിട്ട്, സാദൃശ്യമായിട്ട് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ആണ്. ഇനി എന്താണ് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² അല്ലേ? അപ്പോൾ എന്താണ് യൂണിറ്റ്? kg/m² ആയിരിക്കും. എന്തായിരിക്കും? kg/m² ആയിരിക്കും. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ കണ്ടെത്തിയതാണ്. ഇതൊരു ന്യൂമറിക്കൽ അപ്രോച്ചിലൂടെ കണ്ടെത്തുന്ന ഒരു ഇക്വേഷനാണ് I = mr² എന്ന് പറയുന്നത്. ഓക്കെ. അത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ് എന്ന് പറയുമ്പോൾ മാസിൻ്റെ സ്വഭാവം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്കും ഉണ്ട്. എന്താണ് മാസിൻ്റെ സ്വഭാവം? മാസ് പാർട്ടിക്കിളിന് എപ്പോഴും എന്താണ് സ്വഭാവം? ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് ഇനേർഷ്യ എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. എന്താണ് ഇനേർഷ്യ? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള വിമുഖതയാണ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ, അതായത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ സ്വയം പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ മോഷനിലാണെങ്കിൽ മോഷൻ്റെ സ്പീഡിന് വ്യത്യാസം അല്ലെങ്കിൽ വെലോസിറ്റിക്ക് വ്യത്യാസം വരുത്താൻ സ്വന്തമായിട്ട് പറ്റാത്ത അവസ്ഥ. അതാണ് നമ്മൾ ഇനേർഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി റൊട്ടേഷണൽ ഇനേർഷ്യയ്ക്ക് കാരണം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ. റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നതാണ് ആര്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ. സോ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൊട്ടേഷണൽ ഇനേർഷ്യ തന്നെയാണ്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയം
അതിൻ്റെ മോഷൻ നിർത്താൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ഒരു വസ്തുവിന് സ്വയം കറങ്ങാനും പറ്റാത്ത ഒരു അവസ്ഥ, ആ ഒരു ഇൻകേപ്പബിലിറ്റിയാണ് നമ്മൾ ഇവിടെ റൊട്ടേഷണൽ ഇനേർഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറങ്ങണമെങ്കിൽ എന്താവശ്യമാണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു കറങ്ങണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ആവശ്യമെന്ന് പറയുന്നത് പോലെ റെസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ആക്സിസിന് എബൌട്ടായി കറങ്ങണമെങ്കിൽ എന്ത് വേണം? നിശ്ചയമായും ടോർക്ക് ആവശ്യമാണ്. അവിടെ മോഷന് ഫോഴ്സ് വേണം എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്ത് വേണം? സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ചിന് എന്താണ് ആവശ്യം? എക്സ്റ്റേണൽ ടോർക്ക് ആവശ്യമാണ്. എക്സ്റ്റേണൽ ടോർക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ അവിടെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് ഇന്നലെ പറഞ്ഞു. ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. സോ സ്റ്റേറ്റ് ചേഞ്ച് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ആവശ്യമായത് എന്താണ്? ടോർക്കാണെന്നും കൂടെ ഓർക്കുക. ഓക്കെ, ടോർക്ക് ആവശ്യമാണ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നാൽ എന്തെന്ന് ഇനി നിങ്ങളോട് ഒരു ഡെഫിനിഷൻ പോലെ നമ്മളോട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ന്യൂമറിക്കലായി അത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വൈസ് അങ്ങ് പറഞ്ഞാൽ മതി. ശരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ചോദിക്കും. എന്തിനെയൊക്കെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇക്വേഷൻ അനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെയാണ്, അല്ലേ? സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദ ബോഡി. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇക്വേഷനകത്ത് മാസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മാസ് എന്ന് പറയാം. മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് പ്രധാനം. മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒപ്പം ഒരു വസ്തുവിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കേസ് അറിയാമല്ലോ, നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹോൾ ബോഡി മാസ് എന്ന് പറയുന്നത് അയാളുടെ ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള, കൈ ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളൂടെ ചേർന്ന് വരുന്നതാണ്. നമുക്ക് നമ്മളുടെ ബോഡിയുടെ ഒരു സ്പാൻ ഒന്ന് മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളുടെ കൈകൾ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നിർത്താൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മളുടെ ബോഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് ആണ് നമ്മുടെ ബോഡിയുടെ പാർട്സ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് കണ്ണായാലും ഒക്കെ ഒരു സിമെട്രിക് അലൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ബോഡിയുടെ ശരിക്കും ഒരു ബൈസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ രണ്ട് സെക്ഷനിലും ഈക്വലായിട്ടുള്ള പാർട്സ് ഉണ്ടെന്നും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൈകൾ രണ്ടും ബോഡിയോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ മാസ് പാർട്ടിക്കിൾസ്, ബോഡിയുടെ മാസ് പാർട്ടിക്കിൾസ് എല്ലാം വളരെ അടുത്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ കൈകൾ സ്ട്രെച്ച് ചെയ്ത് നിർത്തുമ്പോൾ നമ്മളുടെ ബോഡിയുടെ മാസ് പാർട്ടിക്കിൾസിൽ കൈയും ഉണ്ടല്ലോ, കൈയും മാസിൽ വരുന്നതാണ്, ബോഡി പാർട്ടാണ്. അപ്പോൾ ആ കൈയുടെ നീളം എവിടെ വരെ വരുന്നോ അവിടെ വരെ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡി പാർട്സ് എത്തി നിൽക്കുകയാണ്. സോ മാസ് പാർട്ടിക്കിൾ എവിടെ വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈയുടെ നീളം എവിടെ വരെ ഉണ്ടോ അവിടെ വരെ മാസ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു വസ്തുവിനെ ഈ രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസ് പാർട്ടിക്കിൾസിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ, ഓറിയൻറ്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനേയും കൂടിയാണ്? ഓറിയൻറ്റേഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾ. ഒന്ന് മാസിനെ ആണെങ്കിൽ രണ്ടാമത് എന്താണ്? ഓറിയൻറ്റേഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൽ ഒത്ത മധ്യത്ത് ഒരു ആള് കൈയും കാലുമൊക്കെ ബോഡിയോട് ചേർത്ത് ഹാൻഡ്സ് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ശരിക്കും ടോട്ടൽ മാസ് എന്ന് പറയുന്നത് അയാളുടെ ബോഡി സിമെട്രിക് ആയതുകൊണ്ട്
ഏകദേശം ശരീരത്തിൻ്റെ ഒത്ത മധ്യത്തൂടെ തല തൊട്ട് താഴോട്ടുള്ള ഒരു ലൈനായി കണ്ടാൽ അതാണ് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആക്സിസായി നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ആക്സിസിൽ നിന്ന് കുറച്ച് മാസ് പാർട്ടിക്കിൾസ് റൈറ്റിലേക്കും കുറച്ച് മാസ് പാർട്ടിക്കിൾസ് ലെഫ്റ്റിലേക്കും അയാളുടെ തടി അനുസരിച്ചിരിക്കും, അത്രയും ഭാഗത്തേക്കാണ് അയാൾ നിൽക്കുന്നത്. ഓക്കെ. എന്നാൽ ഈ റൊട്ടേറ്റിംഗ് ടേബിളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അയാളുടെ കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കൈകൾ അങ്ങടേക്കും ഇങ്ങടേക്കും സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ മാസ് പാർട്ടിക്കിൾ കുറച്ച് ദൂരെ വരെ സ്പ്രെഡായി എന്ന് നമ്മൾ പറയും അല്ലേ. ഇവിടെ വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മാസ് പാർട്ടിക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൂടുതൽ ദൂരത്തിലേക്ക് വന്നു. അപ്പോൾ ചില മാസ് പാർട്ടിക്കിൾസ് ഹ്യൂമൻ ബോഡിയുടെ ആയാലും ചില മാസ് പാർട്ടിക്കിൾ ആക്സസിൽ നിന്ന് കൂടുതൽ അകലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ അകലമാണ് നമ്മളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ I=mr² 6 പ്രതിനിധാനം ചെയ്യുന്നത്. മാസ് പാർട്ടിക്കിളുകൾ ആക്സസിൽ നിന്നും എത്ര അകലത്തിലാണോ അത്രയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നേരത്തേതിലും കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിൽ ഒരു ആൾ കൈകളെല്ലാം ബോഡിയോട് ചേർത്ത് വെച്ച് നിൽക്കുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയേക്കാൾ കൂടുതലായിരിക്കും വെൻ ഹി സ്ട്രെച്ചസ് ഹിസ് ഹാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ കൈകൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരും. ബിക്കോസ് ദ മാസ് പാർട്ടിക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. അപ്പോൾ അവിടെ മാസ് പാർട്ടിക്കിൾസ് ആക്സിസിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് വരും. സോ ദാറ്റ് ആറിൻ്റെ വാല്യൂ കൂടുകയും കുറച്ചുകൂടെ നേരത്തേതിനേക്കാൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ. സോ ആക്സിസിൽ നിന്ന് മാസ് പാർട്ടിക്കിൾസ് അകലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്ത് സംഭവിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇങ്ങനെ കയ്യും കാലും ഒന്നും സ്ട്രെച്ച് ചെയ്യാതെ തന്നെ ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൽ ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇയാൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ ടേബിളിൻ്റെ സർക്കംഫറൻസിലേക്ക്, അതായത് ടേബിളിന് വെളിയിലേക്ക് ഇങ്ങടേക്ക് വരുന്നു എന്ന് വിചാരിക്കുക, ഇങ്ങടേക്ക് മൂവ് ചെയ്യുന്നു. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഇവിടുത്തെ മാസ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ സെൻറ്ററിലായിരുന്നു ആണല്ലോ. സോ ആ സമയത്ത് ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. പക്ഷേ വെൻ ഹി മൂവ് അവേ ഫ്രം ദ സെൻറ്ററിൽ നിന്ന് അകലും തോറും അയാളുടെ മൊമെൻ്റ് ഓഫ് അയാൾ ആക്സസിൽ നിന്ന് റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ ആക്സസിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുമ്പോൾ ആ മാസ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറയാം. ഹോൾ ബോഡി മൂവ് ചെയ്യുന്നു. അപ്പോൾ മാസ് പാർട്ടിക്കിൾ ഫ്രം ദ സെൻറ്റർ മൂവ് ചെയ്തു. സോ ദാറ്റ് there is a distance from the center. അപ്പോൾ അവിടെ അയാൾക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായി ഫ്രം ദി സെൻറ്റർ ഓഫ് ദ ടേബിളിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടായി. സോ ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസസ്. അപ്പോഴും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇനി ഈ ടേബിളിൻ്റെ റിമ്മിൽ നിന്നൊരു മനുഷ്യനാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിൻ്റെ റിമ്മിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അയാൾ ഇങ്ങടേക്ക് സെൻറ്ററിലേക്ക് വരികയാണെങ്കിലോ, സോ ദാറ്റ് ഹിസ് ഡിസ്റ്റൻസ് അല്ലേ ഫ്രം ദ സെൻറ്റർ ഡിക്രീസസ് ആണ്. അങ്ങനെ വരുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറയാനും സാധ്യതയുണ്ട്. സോ ഓറിയൻറ്റേഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്തിനെയൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ, ഒന്ന് ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ഒന്ന് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റൊന്ന് ഓറിയൻറ്റേഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾസ് അബൌട്ട് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി മൂന്നാമതൊന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ഷെയ്പ്പ്. എന്താണ് ഷെയ്പ്പ്? അത് വളരെ പ്രധാനമാണ്. ഓരോ ഷെയ്പ്പിനനുസരിച്ചും മാസ് പാർട്ടിക്കിൾസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ മൂന്നാമത്തെ ഒരു ഡിപ്പെൻഡ് ചെയ്തത്, ഇപ്പോൾ ഒന്ന് ഡിപ്പെൻഡ്സ് ഓൺ മാസ്, രണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾസ് ഓർ ഓറിയൻറ്റേഷൻ ഓഫ് മാസ് പാർട്ടിക്കിൾസ്, മൂന്നെന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് ഓഫ് ദി റൊട്ടേറ്റിംഗ് ബോഡി, ഷേപ്പ് ഓഫ് ബോഡി. ആ റിജിഡ് ബോഡിയുടെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ച് മാറ്റം വരും, ഷേപ്പ് അനുസരിച്ച് മാറ്റം വരും. മറ്റൊന്ന്
മറ്റൊന്ന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ തന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ, ആ ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ആക്സിസ് ഓഫ് റൊട്ടേഷനും മാറാമല്ലോ ഒരു വസ്തുവിന്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു വസ്തുവിനെ നമുക്ക് ഏത് ആക്സിസിലും കറക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന്. മറ്റൊന്നെന്ന് പറയുന്നത് ആക്സിസ് മാസ് പാർട്ടിക്കിളിൽ നിന്ന് ഏത് അകലത്തിലാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്കത് രണ്ടും കൂടെ ചേർത്ത് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. എന്താ പറയുന്നത്? പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഓറിയൻറ്റേഷൻ. ഓക്കെ, പൊസിഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പൊസിഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതുപോലെ തന്നെ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പൊസിഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസിൻ്റെ പൊസിഷൻ. ആക്സിസ് നമുക്ക് പല രീതിയിലെടുത്ത് കറക്കാമല്ലോ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റിങ്ങിനെ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ആക്സിസ് മനസ്സിൽ കണ്ടാൽ അങ്ങനെ നമുക്ക് റിങ്ങിനെ കറക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില കളിപ്പാട്ടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഡയമെട്രിക്കലി ഹോളിടും. റിങ്ങിൽ തന്നെ ഹോൾ ഇട്ടിട്ട് ഡയമെട്രിക്കലി അതിലൂടെ ഒരു ആക്സിസ് കയറ്റി അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏത് രീതിയിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആക്സിസ് മാറുന്നതിനനുസരിച്ച്, അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓറിയൻറ്റേഷൻ അനുസരിച്ച് എന്ത് സംഭവിക്കാം? ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് ഇപ്പോഴും നമുക്ക് ഒരു ജനറൽ ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് നമുക്ക് ജനറലായി ഒരു ഇക്വേഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി: മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mk². മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mk². കേട്ടല്ലോ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mk². ഇതിൽ കെ എന്ന് പറയുന്നത് ഒരു ന്യൂ ടേമാണ്. ഇറ്റ്സ് എ ന്യൂ പാരാമീറ്റർ കോൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. കെ എന്ന് പറയുന്നത് ഒരു ന്യൂ പാരാമീറ്ററാണ്. അതിന് പറയുന്ന പേര് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ കെ എന്ന് പറയുന്ന ടേം ഒന്ന് ഓർത്ത് വയ്ക്കുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് നമ്മൾക്ക് പലപ്പോഴും ഓരോ ബോഡിയുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ചിലതിൻ്റെയൊക്കെ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട്. അത് കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഒരു റിങ്ങിൻ്റെ മധ്യത്തിലൂടെ, അതായത് റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ റിങ്ങിന് പെർപെൻഡിക്കുലറായ ഒരു ആക്സിസിൽ അതിനെ റിങ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ m×r² ആണ്. വേർ r ഇസ് ദ റേഡിയസ് ആണ്, റിങ്ങിൻ്റെ തന്നെ റേഡിയസ് ആണ്. ഓക്കെ, എന്നാൽ ഇതുപോലെ ഇതിന് പകരം അതേ വലിപ്പത്തിലുള്ള അതേ റേഡിയസ് ഉള്ള ഒരു ഡിസ്ക് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിൽ ഒരു 1 rupee കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് റിങ് അല്ലല്ലോ, അതിന് മെറ്റീരിയലുണ്ട് അല്ലേ, മെറ്റീരിയൽ ഉള്ളതല്ലേ, നിറയെ മെറ്റീരിയലുള്ള. അപ്പം അതിനെ നമുക്ക് ഡിസ്ക് ആയിട്ട് എടുക്കാം. അതേ റേഡിയസ് ഉള്ള ഡിസ്കിനെ മധ്യത്തിലൂടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അതിനെ കറക്കുന്നു എന്ന് വിചാരിക്കാം. അതിനെ കറക്കുന്നു. അങ്ങനെ കറക്കുമ്പോൾ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ mr²/2 ആണ്. എന്തായിരിക്കും? mr²/2 ആണ്. അപ്പോൾ സെയിം റേഡിയസ് ഉള്ള ഒരു റിങ് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിനിൽ കറക്കുമ്പോൾ mr² ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് കിട്ടുന്നത്. ഡിസ്കിനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഡിസ്കിന് mr²/2 ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ എം എന്ന് പറയുന്നത് റിങ്ങിൻ്റെ മാസും m ആണ്, ഡിസ്കിൻ്റെ മാസും m ആണെന്ന് വിചാരിച്ചാൽ ഓക്കെ, അത് നമുക്ക് സംശയമില്ല. പക്ഷേ ഇതെന്താണ് r², ഇതെന്താണ് r²/2. ഈ ഒരു വ്യത്യാസം കണ്ടോ? ഞാൻ പറഞ്ഞു രണ്ടിനും ഒരേ റേഡിയസ് ആണെന്നൊക്കെ പറയുകയും ചെയ്തു. വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ
ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ എന്തായിട്ട് റേഡിയസ് ഓഫ് ഗൈറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിലെ മാസിനെ ഒഴിവാക്കുക, മാസിനെ മാറ്റി നിർത്തി കിട്ടുന്ന മുഴുവൻ ടേമിനെയും കൂടിയാണ് നമ്മൾ എന്താ പറയുന്നത്, കെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ റിങ്ങിൻ്റെ ഇക്വേഷനിൽ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. എന്നാൽ ഡിസ്കിൻ്റെ ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനിൽ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ എന്താണ്, ഇവിടെ കെ ആറാണ്, ഇവിടെ കെ എന്താണ്, r/√2 ആണ്. ഇതാണ് കെയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ശരിക്കും എന്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന കെ സ്ക്വയർ എന്ന് ഇട്ട് കഴിയുമ്പോൾ വേർ കെ ഈസ് ദ റേഡിയസ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിസിൽ നിന്ന് മാസ് പാർട്ടിക്കിളിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏത് മാസ് പാർട്ടിക്കിളാണെന്ന് നമുക്കൊരു സംശയം തോന്നും. അവിടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് പറയും, സെൻറ്റർ ഓഫ് മാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് എ മാസ് പോയിൻ്റ്. ഏതെങ്കിലും ഒരു മാസ് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ്. എവിടെ നിന്നുള്ള, ആക്സിസിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസാണ് ശരിക്കും. അപ്പോൾ ചോദിക്കുക, അതൊക്കെ തന്നെയല്ലേ ഇതുവരെ പറഞ്ഞത്, ഒരു മാസ് പാർട്ടിക്കിളിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ എന്നാൽ അതേത് മാസ് പോയിൻ്റാണ്, ആ മാസ് പോയിൻറ്റിനൊരു പ്രത്യേകതയുണ്ട്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത ഹൂസ് മാസസ് ഈക്വൽ ടു ദി ഹോൾ ബോഡി മാസ്. മനസ്സിലായോ? ഹൂസ് മാസസ് ഈക്വൽ ടു ദ ഹോൾ ബോഡി മാസ്. ഒരു വസ്തുവിൻ്റെ ടോട്ടൽ മാസിനെ അല്ലേ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഏതൊരു റിജിഡ് ബോഡിക്കും എന്തുണ്ട്, ഒരു സെൻറ്റർ ഓഫ് മാസ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ആക്സിസിൽ നിന്നും ആ സെൻറ്റർ ഓഫ് മാസ് പോയിൻറ്റിലേക്കുള്ള അകലമാണ് നമ്മൾ കെ ആയിട്ട് പറയുന്നത്. ആക്സിസിൽ നിന്നും സെൻറ്റർ ഓഫ് മാസ് പോയിൻറ്റിലേക്കുള്ള അകലമാണ് നമ്മളിവിടെ ആരായിട്ട് പറയുന്നത്, കെ ആയിട്ട് പറയുന്നത്. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ റിങ്ങിൻ്റെ കേസിൽ അങ്ങനെ സംശയം വരാത്തതിൻ്റെ റീസൺ എന്താണ്? റിങ്ങിൻ്റെ കേസിൽ അതൊരു യൂണിഫോം ആയിട്ടുള്ള മാസ് ഡിസ്ട്രിബ്യൂഷനാണ്. എല്ലാ മാസ് പാർട്ടിക്കിളും ആക്സിസിൽ നിന്നും ഒരേ അകലത്തിലായതുകൊണ്ട് നമുക്ക് ആ കൺഫ്യൂഷൻ വരുന്നില്ല. പക്ഷേ എന്നാൽ മറ്റുള്ള ആക്സിസുകളൊക്കെ എടുക്കുമ്പോൾ ഈ സംശയം വരും. അതുകൊണ്ട് ഒരിക്കലും ആറെന്നോ കെ എന്നോ കണ്ടാൽ അത് റേഡിയസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെ നമ്മൾ ശരിക്കും എന്താ എടുക്കേണ്ടുന്നത്, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന ടേം എടുക്കണം. ആൻഡ് വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് എ മാസ് പോയിന്റ്. ഓക്കെ, ഹൂസ് മാസസ്, ആ മാസ് പോയിന്റിൻ്റെ പ്രത്യേകത എന്താ, ഹൂസ് മാസസ് ഈക്വൽ ടു ദി മാസ് ഓഫ് ഹോൾ ബോഡി. ഹോൾ ബോഡി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് പോയിൻ്റ് ആണെന്ന് ഊഹിക്കുക. സോ ഓൾവേസ് നമ്മൾ ആ ഒരു ധാരണയിൽ വരണം. സെൻറ്റർ ഓഫ് മാസ് പോയിൻ്റ്, ഹോൾ ബോഡി മാസ് കേന്ദ്രീകരിക്കുന്ന ആ പോയിന്റിലേക്ക് ആക്സിസിൽ നിന്നുള്ള അകലം. ഓക്കെ.